ഫ്രഞ്ച് എഴുത്തുകാരനായ ഗായ് ഡെ മോപ്പസാന്റിന്റെ ചെറുകഥയാണ് എ പീസ് ഓഫ് സ്ട്രിംഗ്, ഒരു കഷ്ണം ചരട്. ഒരു ചെറിയ തെറ്റിദ്ധാരണ എങ്ങനെ വലിയ പ്രശ്നമാകുന്നു എന്നതും അത് ഓഷക്കോമിന്റെ ജീവിതത്തെ എങ്ങനെ സാരമായി ബാധിക്കുന്നു എന്നുമാണ് ഈ കഥ പറയുന്നത്. ഗോഡർവിൽ ഗ്രാമത്തില് ഇന്ന് ചന്ത ദിവസമാണ്. കർഷകരും അവരുടെ കുടുംബങ്ങളും വിൽക്കാനുള്ള മൃഗങ്ങളെയും വിൽക്കാനുള്ള സാധനങ്ങളും കൊണ്ട് ആ ചന്തയിലേക്ക് വരികയായിരുന്നു. ആ പബ്ലിക് സ്ക്വയറിൽ എല്ലാവരും ഒത്തുകൂടി. വളരെ തിരക്കു പിടിച്ചൊരു ദിവസമാണ്. ഈ ദിവസം ഓഷക്കോം എന്നു പേരുള്ള ഒരു വൃദ്ധനായ കർഷകൻ അവിടേക്ക് നടന്നു വരുന്നു. നടക്കുന്ന വഴിയിൽ അദ്ദേഹം ഒരു കഷ്ണം ചരട് കാണാൻ ഇടയാകുന്നു. വളരെ സൂക്ഷ്മതയോടെ ആ ചരട് അദ്ദേഹം കയ്യിലേക്ക് എടുക്കുകയും വളരെ ശ്രദ്ധയോടെ അത് തിരിച്ചു മറിച്ചു നോക്കുകയും ചെയ്യുന്നു. ഏതൊരു സാധനം കിട്ടിയാലും സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ഓഷക്കോമിന്റെ ശീലമാണ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ സമയത്താണ് അദ്ദേഹം ശ്രദ്ധിച്ചത്, അദ്ദേഹത്തിന്റെ ശത്രുവായ മലാൻറ്റെയിൻ അദ്ദേഹം ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ മലാൻറ്റെയിനെ കണ്ടപ്പോൾ വല്ലാത്ത നാണക്കേട് തോന്നി അദ്ദേഹം ആ ചരട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒളിപ്പിക്കുകയും പകരം വീണുപോയ മറ്റെന്തോ സാധനം തിരക്കുന്നത് പോലെ അഭിനയിക്കുകയും ചെയ്യുന്നു. പിന്നെ ഓഷക്കോം ആ ജനക്കൂട്ടത്തിലേക്ക് ചേർന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കച്ചവടങ്ങളൊക്കെ കഴിഞ്ഞ് പബ്ലിക് സ്ക്വയർ ഒന്ന് ശാന്തമായി, അവിടുത്തെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞു. അപ്പോൾ കച്ചവടമൊക്കെ കഴിഞ്ഞ കർഷകര് കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ടാവേണിലേക്ക് പ്രവേശിച്ചു. ആൽക്കഹോളിക് ഡ്രിങ്ക്സും ഫുഡും കിട്ടുന്ന ഇടമാണ് ടാവേൺ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അവർ വളരെ കാഷ്വൽ ആയിട്ട് റോസ്റ്റ് മീറ്റും സിഡറും ഒക്കെ കുടിച്ചും കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിളകളെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചും അതുപോലെ വെതറിനെ കുറിച്ചും കാലാവസ്ഥയെ കുറിച്ചൊക്കെ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് വളരെ കാഷ്വൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പബ്ലിക് ക്രയർ ആ മാർക്കറ്റിലേക്ക് വരുന്നത്. പണ്ട് കാലത്ത് എന്തെങ്കിലും അനൗൺസ്മെന്റ് നടത്തുന്നതിന് വേണ്ടി ആളുകളെ ഡ്രം ഒക്കെ കൊട്ടി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി അവർക്ക് പറയാനുള്ള കാര്യം അവിടെ നിന്ന് പറയും. ആ ജോബ് ചെയ്യുന്ന ആളാണ് പബ്ലിക് ക്രയർ എന്ന് പറയുന്നത്. സോ അങ്ങനെ പബ്ലിക് ക്രയർ വന്നു. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ ആളിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം അനൗൺസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ലെതർ പോക്കറ്റ് ബുക്ക്, ഒരു കറുത്ത തുകലിന്റെ പോക്കറ്റ് ബുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ 500 ഫ്രാങ്ക്സും കുറച്ച് ബിസിനസ് പേപ്പേഴ്സും ഉണ്ട്. ഇന്ന് രാവിലെ ഈ റോഡിൽ വെച്ചാണ് അത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് കിട്ടുമ്പോൾ ആരായാലും അത് റിട്ടേൺ ചെയ്യണം. ചെയ്യുകയാണെങ്കിൽ 20 ഫ്രാങ്ക്സ് അവർക്ക് റിവാർഡ് ആയിട്ട് കൊടുക്കും, പ്രതിഫലമായിട്ട് കൊടുക്കും. സോ ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞാൽ യൂറോയ്ക്ക് മുമ്പ് ഫ്രാൻസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മണിയാണ്, അവിടുത്തെ പണമാണ് ഫ്രാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നഷ്ടപ്പെട്ട ഒരു വാർത്ത കേട്ടപ്പോൾ അവിടെയുള്ള ഗ്രാമവാസികൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എ ചീഫ് ഓഫ് ദ ജെൻഡാർമേഴ്സ് എന്ന് വെച്ചാല് ഫ്രാൻസിലെ പോലീസ് ഓഫീസറാണ്, അല്ലെങ്കിൽ ഒരു ആർമി ഓഫീസറാണ്. അപ്പോൾ അതിന്റെ ചീഫ് ആയിട്ടുള്ള ഒരു വ്യക്തി, മേധാവിയായിട്ടുള്ള ഒരു ഹയർ ക്വാളിഫിക്കേഷനിൽ ഇരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ആ ടാവേണിലേക്ക് വന്ന ഉടനെ അദ്ദേഹം അന്വേഷിച്ചത് ഓഷക്കോമിനെയാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ ഓഷക്കോമിന് പെട്ടെന്ന് സർപ്രൈസ്ഡ് ആയിപ്പോയി, അതുപോലെ തന്നെ ഡിസ്റ്റർബ്ഡ് ആയിട്ടും ഫീൽ ചെയ്തു. അദ്ദേഹം അത്ഭുതപ്പെടുകയും ചെയ്തു, എന്തിനാ ഇദ്ദേഹം വന്നിട്ട് എന്നെ തിരക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം പേടി തോന്നുകയും ചെയ്തു. കാരണം ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന പോലീസ് ഓഫീസറാണ് ഓഷക്കോമിനെ തിരക്കിക്കൊണ്ട് ആ ടാവേണിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ വന്ന ഉടനെ ആ ചീഫ് പറഞ്ഞത്, മേയറുടെ ഓഫീസിലേക്ക് നിങ്ങൾ എന്റെ കൂടെ വരണം. നിങ്ങൾ ആ നഷ്ടപ്പെട്ട പോക്കറ്റ് ബുക്ക് എടുക്കുന്നത് കണ്ടതായി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത പേടി തോന്നി. അപ്പം അദ്ദേഹത്തിന്റെ ഇന്നസെൻസ്, അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ്, ഞാൻ ആകെ അവിടെ നിന്നൊരു പീസ് ഓഫ് സ്ട്രിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ, പക്ഷെ ഞാൻ ആ പോക്കറ്റ് ബുക്ക് കണ്ടിട്ടേ ഇല്ല. ഞാൻ ഒരു കഷ്ണം ചരട് മാത്രമാണ് തറയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അല്ലാണ്ട് നിങ്ങൾ ഈ ആരോപിക്കുന്നത് പോലെ ഞാൻ ഒരു പോക്കറ്റ് ബുക്ക് കണ്ടിട്ടുമില്ല, എടുത്തിട്ടുമില്ല എന്ന് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാനായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വളരെ ഗൗരവക്കാരനായ മേയറുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഓഷക്കോം പറയുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് ഒന്നും എടുത്തിട്ടില്ല, എനിക്ക് പോക്കറ്റ് ബുക്കോ പണമോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ മേയർ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അയാൾ പറയുന്നു, നിങ്ങൾക്കെതിരെ ഞങ്ങളുടെ പക്കൽ തെളിവുണ്ട്, ഒരു സാക്ഷിയുണ്ട് എന്ന് പറയും. അപ്പോൾ അത് ആരാണെന്ന് ചോദിക്കുകയും മലാൻറ്റെയിൻ ആണ് തനിക്കെതിരെ സാക്ഷി പറഞ്ഞതെന്ന് ഓഷക്കോം തിരിച്ചറിയുകയും ചെയ്യും. പക്ഷെ ഓഷക്കോം പറയും, ഞാൻ അവിടെ നിന്ന് ഒരു കഷ്ണം ചരട് മാത്രമേ എടുത്തിട്ടുള്ളൂ, എനിക്ക് പോക്കറ്റ് ബുക്ക് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല
ഞാൻ സത്യമായിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു നോക്കും. പക്ഷെ മേയർ അത് വിശ്വസിക്കാൻ തയ്യാറാവുകയില്ല. മേയർ അവിടെയുള്ള ഓഫീസേഴ്സിനോട് ഓഷക്കോമിനെ സെർച്ച് ചെയ്യാനായിട്ട് പറയും. അങ്ങനെ ഓഷക്കോമിന്റെ പോക്കറ്റുകളൊക്കെ നോക്കുമ്പോൾ ആകെ ഒരു കഷ്ണം ചരട് മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. പിറ്റേ ദിവസം ഒരാള് പോക്കറ്റ് ബുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് മേയറുടെ ഓഫീസിൽ റിട്ടേൺ ചെയ്യും. ഈ സമയത്ത് ആള് പറയുന്നത്, എനിക്ക് ഈ പോക്കറ്റ് ബുക്ക് ലഭിച്ചു, പക്ഷെ എനിക്കിത് വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ എന്റെ തൊഴിലുടമയ്ക്ക് കൊടുത്തു, എന്റെ എംപ്ലോയർക്ക് കൊടുത്തു, അദ്ദേഹമാണ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോൾ ഓഷക്കോമിന് വളരെയധികം സന്തോഷമായി. കാരണം ഓഷക്കോമിന്റെ സത്യസന്ധത തെളിയിക്കാനും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാനും അദ്ദേഹത്തിന് പറ്റിയല്ലോ. സോ അദ്ദേഹം എന്ത് ചെയ്യും, നാട്ടിലും റോഡിലും ടാവേണിലും ചർച്ചിലും ഒക്കെ നടന്ന് എല്ലാവരോടും പറയും, ആ പോക്കറ്റ് ബുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്, ഞാനല്ല അത് എടുത്തത്, ഞാൻ നിരപരാധിയാണ്, കണ്ടോ എന്റെ നിരപരാധിത്വം തെളിഞ്ഞില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ സന്തോഷമായിട്ട് അദ്ദേഹം നടന്ന് എല്ലാവരോടും പറയും. ഈ വാർത്ത കേട്ടിട്ടുള്ളവരോടും കേൾക്കാത്തവരോടും ഒക്കെ അദ്ദേഹത്തിന്റെ പേര് ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിരുന്നാലും ഓഷക്കോമിന്റെ നിരപരാധിത്വം വിശ്വസിക്കാനായിട്ട് ആളുകൾ തയ്യാറായില്ല. അവർ അവനെ കളിയാക്കി. അവർ പറഞ്ഞു വരുത്തിയത് ഓഷക്കോമിന്റെ കൂട്ടാളിയാണ് ഈ പോക്കറ്റ് ബുക്ക് തിരികെ കൊടുത്തത്. ഇവർ രണ്ടുപേരും ചേർന്നാണ് പോക്കറ്റ് ബുക്ക് അടിച്ചു മാറ്റിയത്. ഓഷക്കോമിനെ മേയറുടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അതിൽ പേടിച്ചിട്ടാണ് അക്കംപ്ലിസ് ആ ബുക്ക് തിരിച്ചു കൊടുത്തത് എന്നാണ് അവർ പറഞ്ഞു വരുത്തിയത്. അപ്പൊ ഇത് കേട്ടപ്പോൾ ഓഷക്കോമിന് വീണ്ടും നാണക്കേട് തോന്നി. ആൾക്ക് വല്ലാത്ത നിരാശയും വേദനയും വിഷമവും ഒക്കെ ഉണ്ടായി. അപ്പൊ തന്റെ നിരപരാധിത്വം സത്യസന്ധതയും ഒക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അയാൾ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ആ ഗ്രാമവാസികളൊന്നും തന്നെ ഓഷക്കോം പറയുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കാൻ തയ്യാറായില്ല. അയാളെ പബ്ലിക്കായിട്ട് എല്ലാവരും കൂടി പരിഹസിച്ചു. വെറുതെ നുണ പറയുന്നതാണ്, പോക്കറ്റ് ബുക്ക് ഇവൻ തന്നെയാണ് അടിച്ചു മാറ്റിയത് എന്നൊരു വിശ്വാസം ഗ്രാമവാസികൾക്കിടയിൽ നിലനിന്നു. ഇങ്ങനെ സമയം കടന്നു പോകും തോറും തന്റെ നിരപരാധിത്വവും സത്യസന്ധതയും തെളിയിക്കണം എന്ന ഒരു ആഗ്രഹം ഓഷക്കോമിന്റെ മനസ്സിൽ കൂടി വന്നു. എങ്ങനെയെങ്കിലും തന്റെ അവസ്ഥ, തന്റെ കാര്യങ്ങൾ, താൻ പറയുന്ന കാര്യങ്ങൾ ഒഴിവുകഴിവുകളായും നുണയായും ഒക്കെയാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു. അതിനുവേണ്ടി അദ്ദേഹം വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് വർഷങ്ങളോളം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഓഷക്കോം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒടുവിൽ ഒരു ഡിസംബറിൽ അദ്ദേഹം രോഗബാധിതനായി കിടപ്പിലായി. അവസാന നാളിൽ പോലും അദ്ദേഹം തന്റെ ഇന്നസെൻസ്, കാരണം അദ്ദേഹത്തിന്റെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിച്ചൊരു കാര്യമാണ്, അദ്ദേഹം വീണ്ടും വീണ്ടും ആ സ്ട്രിങ്ങിൽ പിടിച്ചുകൊണ്ട് പറയുന്നത്, എ പീസ് ഓഫ് സ്ട്രിങ്, ലുക്ക് ഹിയർ യുവർ ഓണർ ദ മേയർ. ഇതൊരു ചരടാണ്, ഒരു കഷ്ണം ചരട്, നോക്കൂ, എന്റെ നിരപരാധിത്വം തെളിയിക്കൂ, എന്നെ മനസ്സിലാക്കൂ എന്നൊക്കെ ആയിട്ട് അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അത്രത്തോളം മനസ്സിനെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. ജനുവരിയുടെ ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹം മരണപ്പെട്ടു. പക്ഷെ ആൾക്കാരുടെ മുമ്പിൽ, വില്ലേജേഴ്സിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ഒരിക്കലും തെളിയിക്കാനോ അദ്ദേഹത്തിന്റെ പേരിനേറ്റ് ആ കളങ്കം മായ്ച്ചു കളയാനോ കഴിഞ്ഞില്ല.